എനിക്കിവിടെ പറയാനുള്ളത്, നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി ആദ്യം പറഞ്ഞു ഇതൊരു അസാധാരണ കേസാണ്. രണ്ടാമതായി ബഹുമാനപ്പെട്ട കോടതി ആഹ്വാനം ചെയ്തത്, ഭക്തജനങ്ങളോട് ആഹ്വാനം ചെയ്തത് ഇത്തരത്തിൽ ക്ഷേത്രധനം കൊള്ളയടിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താനായി അവസരത്തിനൊത്ത് ഉയർന്ന് ജാഗരൂകരായി പ്രവർത്തിക്കാൻ വേണ്ടി ആണ്. മൂന്നാമതായി കോടതി പറഞ്ഞത് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ട്രസ്റ്റികൾ 3 ആൾക്കാരോട് ബാധ്യസ്ഥരാണ്. ഒന്നാമതായി അയ്യപ്പൻ എന്ന് പറയുന്ന ഡയറ്റി, രണ്ടാമതായി ആ ക്ഷേത്രത്തിൻ്റെ ഗുണഭോക്താക്കളായ ഭക്തജനങ്ങൾ, മൂന്നാമതായി അവരെ നിയമിച്ച സർക്കാർ. കൂടാതെ ഈ ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെയും നമ്മുടെ കോടതി ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനുള്ള എളിയ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോടതി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ സാധ്യമാക്കപ്പെടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഓപ്പൺ കോടതിയിൽ തന്നെ നടക്കേണ്ടതായിട്ടുണ്ട്.